OpenAI അതിന്റെ ഏറ്റവും പുതിയ LLM മോഡലായ GPT-5 പുറത്തിറക്കി. കോഡിംഗ്, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ PhD ലെവൽ വൈദഗ്ധ്യം നൽകാൻ ഇതിന് കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് ഗണ്യമായ കുതിച്ചുചാട്ടം നൽകുന്നതിനേക്കാൾ ഹൈപ്പ് നില നിർത്തുന്നതിനാണ് ഈ ലോഞ്ച് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. GPT-5 സൗജന്യമായി ആക്സസ് ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും ചാറ്റ് GPTയുടെ സൗജന്യ പതിപ്പിലെ ഉപയോഗം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ചാറ്റ് ബോട്ടിന്റെ കൂടുതൽ ശക്തമായ പതിപ്പുകളിലേക്ക് സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും അതിന്റെ മോഡലുകളെ എന്റർപ്രൈസ് IT സിസ്റ്റങ്ങളിലേക്ക് സംയോജിപ്പിക്കുന്നതിലൂടെയും OpenAI വരുമാനമുണ്ടാക്കുന്നു. എന്റർപ്രൈസ് വിദ്യാഭ്യാസ ഉപഭോക്താക്കൾക്ക് ഉദാരമായ പരിധികൾ ലഭിക്കുമെന്നാണ് OpenAIയുടെ പ്രസ്താവന. പല തുടക്കക്കാരായ പ്രോഗ്രാമർമാർക്കും ഡെവലപ്പർമാർക്കും കോഡിംഗിനായി ചാറ്റ് GPT ഉപയോഗിക്കുന്നു. കൂടാതെ GPT-5 ഉപയോഗിച്ച് പുതിയ AI മോഡൽ കോഡ് എഴുതുന്നത് കൂടുതൽ മികച്ചതാണെന്ന് OpenAI അവകാശപ്പെടുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ആരോഗ്യ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആളുകൾ കൂടുതലും ചാറ്റ് GPT ഉപയോഗിക്കുന്നു. ഇത് ഉപയോക്തൃ പെരുമാറ്റത്തിലെ മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പുതിയ മോഡലായ GPT-5 ഉപയോഗിക്കാൻ എളുപ്പമാണെന്നാണ് OpenAI പറയുന്നത്. GPT-5ഉം മറ്റ് OpenAI മോഡലുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം യഥാർത്ഥ റൂട്ടർ സവിശേഷതയാണ്. ഇത് സംഭാഷണം, പ്രോംപ്റ്റിന്റെ സങ്കീർണത, അതിലേറെ കാര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഏത് മോഡൽ ഉപയോഗിക്കണമെന്ന് നിർണ്ണയിക്കാൻ GPT-5നെ അനുവദിക്കുന്നു. GPT-5 മികച്ച ഒരു മോഡലാണ്, കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് കൂടുതൽ ചിന്തിക്കുന്നു എന്നാണ് അർത്ഥം. എന്നിരുന്നാലും OpenAIയുടെ പുതിയ മോഡൽ ഒരു വിപ്ലവത്തെക്കാൾ ഒരു പരിണാമമാണ്. എല്ലാ പുതിയ ഐഫോണുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും റിലീസുകൾക്ക് സമാനമാണിത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.